സ്തോത്രം സ്തോത്രം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കണം. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു എന്നുള്ളത് ദൈവമാണ്. അതൊരു മർമ്മമായിട്ടിരിക്കുക. അത് പല ഭാഗങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് തരിക ചെയ്തത്. സ്തോത്രം. യെശയ്യാപ്രവാചകൻ്റെ ഒരൊറ്റ വാക്യം, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ആരെക്കുറിച്ച് പറയുന്ന? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന. അത്ഭുത മന്ത്രി. മന്ത്രിമാർ കണ്ടെയ്നറിലടക്കണുണ്ടെങ്കിലും അത്ഭുത മന്ത്രി ഒരാളേ ഉള്ളൂ. നമ്മുടെ മന്ത്രിമാർ നമ്മളെ കുട്ടിച്ചോറാക്കുന്ന മന്ത്രിമാരാ. ജനത്തിൻ്റെ കാശ് മുഴുവൻ അടിച്ചു മാറ്റുന്ന മന്ത്രിമാരും ജനപ്രതിനിധികളുമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന മന്ത്രി അത്ഭുത മന്ത്രി, വീരനാം ദൈവം. കണ്ടോ? ദൈവം, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. അപ്പോൾ പിതാവാൻ ദൈവത്തിലേ കാണിക്കുന്നത്, യഹോവയും ദൈവത്തിലേ കാണിക്കുന്നത്. സമാധാന പ്രഭു, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കുന്ന ഭാഗങ്ങളാണ്. ക്രിസ്തു എന്ന ദൈവമർമ്മം, യേശു ക്രിസ്തു എന്ന ദൈവമർമ്മം. ഈ വിഷയം പലർക്കും വേണ്ട രീതിയിൽ അറിയത്തില്ല. വേണ്ട രീതിയിൽ എന്നല്ല, ഒരു ചുക്കും അറിയത്തില്ല. ലേഖനം പ്രസംഗിച്ചാലല്ലേ ഇത് കിട്ടുള്ളൂ. കൊലോസ് ലേഖനം 2-ാം അധ്യായം പ്രസംഗിക്കണമല്ലോ ഇത്. കൊലോസിലെ വിശ്വാസികൾ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണമാണ് അപ്പോസ്തലൻ കിടന്ന് പോരാടി പ്രസംഗിച്ചത്, പോരാടി പ്രാർത്ഥിച്ചത്. ഇന്നിപ്പോൾ വിശ്വാസികളെ ഭൗതിക അനുഗ്രഹത്തിലേക്ക് നടത്താൻ വേണ്ടി തലയറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകന്മാരുടെ പ്രാർത്ഥനയും പ്രസംഗവും കൊണ്ട് വിശ്വാസികൾക്ക് ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടില്ല. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ അവിടെ കിടന്ന് പ്രസംഗിച്ച് ഇത് കേട്ടാൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് യേശുക്രിസ്തു ആരാണെന്ന് സത്യവേദ പുസ്തകത്തിലൂടെ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായി, കൃത്യമായി, ശക്തമായി ഞാൻ എടുത്തു തരുന്നു. ഇത് നിങ്ങൾ കേട്ട് വാക്യങ്ങൾ വായിച്ച് പഠിച്ച് ക്രിസ്തു എന്ന ദൈവമർമ്മം മനസ്സിലാക്കണം. ക്രിസ്തു എന്ന ദൈവമർമ്മവും വിവേകപൂർണ്ണ സമ്പത്തും നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. അത് മനസ്സിലാക്കാനുള്ള പ്രാധാന്യത എന്താണെന്ന് പിന്നീടുള്ള വാക്യം പറയുന്നുണ്ട്. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. ആരിൽ? യേശുക്രിസ്തുവിൽ. യേശുക്രിസ്തുവിൽ എന്തിരിക്കുന്നു? ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ച ജൂലി. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിരിക്കുന്നു. പൗലോസ് പറയുക, യേശുക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ടിരിക്കുക. ക്രിസ്തുവിൽ ഇരിക്കുകയാണത്. അടുത്ത വായിച്ചേ. 2:1 മുതൽ. 1 കൊരിന്ത്യർ 2:1 മുതൽ. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വൈഭവം കൂടാതെ അത്രേ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളുടെ പുസ്തകിപ്പാൻ വന്നു എന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനികത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നു. മതി. അപ്പോൾ പൗലോസ് പറയുന്ന ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. ദൈവത്തിന് എന്തറിയാം? പൗലോസിന് എന്തറിയാം? പറഞ്ഞേ. ന്യായപ്രമാണം അറിയാം, യേശുക്രിസ്തുവിനെ കുറിച്ചോ ഒന്നും അറിയത്തില്ല. ക്രിസ്തു വിരോധിയായിരുന്നു പൗലോസ്. പുതിയ നിയമസഭയുടെ എനിമിയായിരുന്നു പൗലോസ്. വിരോധിയായിരുന്നു, ശത്രുവായിരുന്നു, ക്രിസ്ത്യാനികളെ കൊന്നുപിടിച്ച് നടന്നവനായിരുന്നു.
ക്രിസ്തീയ മാർഗത്തിന് ഏറ്റവും എതിര് നിന്ന ന്യായപ്രമാണത്തിലെ കരുത്തനായ വ്യക്തിയായിരുന്നു പൗലോസ്. ആ പൗലോസിനെ ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലനാക്കി സ്വർഗത്തിലെ ദൈവം തീർത്തു. സുവിശേഷ വിരോധികൾ സൂക്ഷിച്ചുകൊള്ളണം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ RSSലെയും BJPയുടെയും വിശ്വ പരിഷത്തിൻ്റെയൊക്കെ ചില പ്രവർത്തകരൊക്കെ കർത്താവിൻ്റെ സാക്ഷികളായി തീർന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അവർ ക്രിസ്തുവിൻ്റെ ശത്രുക്കളെയൊക്കെ ദൈവം എന്ത് ചെയ്യുന്നു? മിത്രങ്ങളാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ സഹോദരന്മാരെ നിങ്ങളിക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇരിക്കണം. എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. എന്താ കാര്യം? യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നതിൻ്റെ കാര്യം കൊലോസ്യ ലേഖനം 2 ഈ 3 വാക്യം വായിച്ച്, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് അറിയുമ്പോൾ അതെനിക്ക് ലഭിക്കും. ഇന്നത്തെ പാസ്റ്റർമാർക്ക് എന്തൊക്കെ അറിയണം? 10 ചക്രം ഉണ്ടാക്കാൻ വേണ്ടി ഈ തിരുവെടുത്തും എടുത്തുകൊണ്ട് ഇങ്ങനെ പരതി നടക്കുന്ന പാസ്റ്റർമാരെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടേ? വേണ്ട. അവർക്ക് 10 ചക്രം കിട്ടിയാൽ മതി. ഇവിടെ പൗലോസ് പറയുന്നു, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. ഗുപ്തമായിരിക്കുന്നു മീൻസ് മറഞ്ഞിരിക്കുന്നു. ആ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ അത് ആത്മാവിൽ പ്രാപിക്കാൻ വേണ്ടി എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ജഡപ്രകാരം അറിയുന്നില്ല. ആത്മാവിൽ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഇതാ പൗലോസ് അപ്പോസ്തലൻ പ്രാപിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന്മാരായിട്ടുള്ള ഇന്നത്തെ പാസ്റ്റർമാർക്ക് ഈ ചിന്ത ഉണ്ടോ? അവരുടെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ ദ്രവ്യാഗ്രഹമല്ലേ? ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ കസേരയല്ലേ? ഇവർക്ക് എങ്ങനെ ദൈവസഭ പണിയാൻ പറ്റും? ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗൗരവനെ ജയിക്കുകയില്ല. സഭ പണിയുന്നത് കർത്താവാണ്, ശരി. അതിന് വ്യക്തികളെ ഉപയോഗിക്കുന്നത്. ഈ ദ്രവ്യാഗ്രഹികളെ കൊണ്ട് എന്ത് പണിയുമെന്നാ പറയണേ? പ്രസിഡന്റ് പദവിക്ക് വേണ്ടി 10,000 20,000 കോട കൊടുത്ത് പ്രസിഡന്റ് ആകുന്ന പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, അഹരോന്റെ സന്തതി പരമ്പരകൾ. അഹരോൻ ആരായിരുന്നു? ലീഡർഷിപ്പ് കിട്ടിയപ്പോൾ 3000 എണ്ണത്തിനെ കൊന്നു മുടിച്ചവർ. അതല്ലേ ഇന്ന് കാണുന്ന മുഴുവൻ. പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും സത്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പൗലൂസിനെ പോലെ ദൈവസഭ പണിയാൻ യേശുക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തെന്നാണ്. തിരുവത്താഴം മാത്രമല്ല, ക്രിസ്തു യേശുവിൽ മറഞ്ഞിരിക്കുന്ന സ്വർഗീയ മർമ്മങ്ങൾ, വചനത്തിൻ്റെ വെളിപ്പാടുകൾ അറേബ്യൻ മരുഭൂമിയിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ പൗലൂസ് പ്രാപിച്ചെടുത്തു. കാരാഗ്രഹ ലേഖനങ്ങൾ, ഫിലിപ്പിയർ, എഫേസ്യർ, കൊലോസ്യ ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. നമ്മൾ ഈ പഠിക്കുന്ന ലേഖനം കാരാഗ്രഹ ലേഖനമാണ്. ഈ ലേഖനത്തിൽ പൗലൂസ് എഴുതുന്ന മർമ്മങ്ങൾ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ടും അറേബ്യൻ മരുഭൂമിയിൽ ഇരുന്നു കൊണ്ടും ഇടുങ്ങിയ മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ടും ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് താൻ ഈ പറയുന്നത്. ആ കാരാഗ്രഹത്തിൻ്റെ ഇടുക്കമുള്ള മുറിയിൽ കിടന്ന് വിശപ്പും ദാഹവും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും തണുപ്പെന്ന് പറഞ്ഞാൽ പലസ്തീൻ നാട്ടിലെ തണുപ്പ് നിങ്ങൾക്കറിയത്തില്ല. തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ, തിമോഥെയോസേ നീ വരുമ്പോൾ ആ പഴയ പുതപ്പും ചർമ്മരഹിതവും പുസ്തകങ്ങളും കൊണ്ടുവരിക. കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവിടെ ഒരു പുതപ്പ് പുതയ്ക്കാനില്ല. അതുകൊണ്ട് തിമോഥെയോസിൻ്റെ അടുക്കൽ വെച്ചേച്ചും മറന്നുപോയത് ഇങ്ങോട്ട് കൊണ്ടുവരാനാ പൗലോസ് പറയുന്നത്. ഇന്ന് എത്ര പുതപ്പുണ്ട് നമുക്കൊക്കെ, എത്ര ഷർട്ടുണ്ടിടാൻ, എത്ര പാൻറ്റുണ്ടിടാൻ, എത്ര ഡ്രസ്സുകളുണ്ടിടാൻ വല്ല കണക്കുണ്ടോ? അലമാര തുറക്കുമ്പോൾ എല്ലാം കൂടി മറിഞ്ഞ് നമ്മുടെ മണ്ടയ്ക്ക് വീണാൽ നമ്മൾ ചത്തുപോകും. അതുപോലെ കൊണ്ടൊന്ന് കൂന കൂട്ടി വെച്ചിരിക്കുക. ആത്മീയമായിട്ടോ ചത്തല്ലേ പോയിരിക്കുന്നത് നമ്മളൊക്കെ. അവരിൽ ഭൗതിക അനുഗ്രഹങ്ങൾ ഒന്നുമില്ലായിരുന്നു, പക്ഷെ അവർ ആത്മീക സമ്പന്നരായിരുന്നു. അവർക്ക് പുതപ്പില്ല പുതയ്ക്കാൻ, ഭക്ഷിക്കാൻ ആഹാരമില്ല, ധരിക്കാൻ വേണ്ട രീതിയിൽ വസ്ത്രങ്ങളില്ല.
അവർക്ക് സ്വാതന്ത്ര്യമില്ല. ഇരുളടഞ്ഞ റോമൻ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മളെ ഉത്തേജിപ്പിക്കുവാൻ, നമ്മളെ നിത്യതയിൽ എത്തിക്കുവാൻ ഈ സ്വർഗീയമായ വചനത്തിൻ്റെ വെളിപ്പാടുകൾ, യേശുക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഗുപ്തനിധികൾ അവർ പ്രാപിച്ചെടുത്ത് നമുക്ക് എഴുതി തരുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, അവർ തീച്ചൂളിലൂടെയാണ് പോയതെന്ന്. അതെ, യഥാർത്ഥ ദൈവത്തിൻ്റെ ദാസന്മാർ തീച്ചൂളിലൂടെ തന്നെ പോകും. അവർക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും, പോരാട്ടങ്ങളുണ്ടാകും, വെല്ലുവിളികളുണ്ടാകും. പക്ഷേ ദൈവം അവരെ അത്ഭുതകരമായിട്ട് നടത്തും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഞെരുക്കങ്ങളും ഭാരങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളൊക്കെ കാണും. എന്നാൽ അതിൻ്റെ നടുവിലൂടെ പ്രത്യാശ നിർഭരമായ ക്രിസ്തു ജീവിതം നയിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് തിരിക്കുവാൻ, അനേകരെ വചനത്തിലേക്ക് നടത്തുവാൻ ദൈവം അവരെ ഉപയോഗിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. 3 നേരം സുഖഭക്ഷണം കഴിച്ചും നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിച്ചും AC റൂമിൽ കിടന്നുകൊണ്ടും, പിന്നെ ഇന്നത്തെ പാസ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും AC കാറി പായുന്ന പോലെ പാഞ്ഞു പോയി പ്രസംഗിക്കാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു പാസ്റ്ററിനെ കെട്ടിയെടുത്തുകൊണ്ട് വന്നു. ഒരു ദുരുപദേശി. ഈ കെട്ടിയെടുത്തുകൊണ്ട് വന്നവനും ബോധമില്ലാത്തവൻ. അതുകൊണ്ടാണ് പാസ്റ്ററെ, എൻ്റെ വീട്ടിൽ ഞാനൊരു റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ലൊരു റൂമാണ്, AC ഇല്ല, ഫാനൊക്കെ ഉണ്ട്. നോ 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 നോ, എനിക്ക് AC റൂം വേണം, എനിക്ക് വൈഫൈ ഫെസിലിറ്റി വേണം, എനിക്ക് 3 നേരം ഇന്ന ഫുഡ് വേണം. ഈ പിശാചിനെ പറഞ്ഞു വിട്ടിട്ട് ഒരു നാടൻ ഉപദേശി എവിടെ എന്തെങ്കിലും പോയി തപ്പിയെടുത്തൂടെ ഇയാൾക്ക്? അതാ പറയുന്നത്, പാസ്റ്റർമാര് 99 വെളിവില്ലാത്തവരായി തീർന്നിരിക്കുക. നല്ലവരാരാണ്, കെട്ടവരാരാണ്, ദുരുപദേശി ഏതാണ്, നല്ല ഉപദേശി ഏതാണ്, പഥ്യവചനം പറയുന്നവനാണ്, ദുരുപദേശം പറയുന്നവനാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പാസ്റ്റർമാരാ സഭ നടത്തുന്നത്. പിന്നെ എങ്ങനെ സഭ നന്നാവും? അവരാൽ നടത്തപ്പെടുന്ന വിശ്വാസികൾ എങ്ങനെ നന്നാകും? സ്വന്തം അധ്വാനിച്ച് ജീവിക്കാൻ കഴിവില്ലാത്ത വിശ്വാസികളല്ലേ ഇന്ന് കൂടുതലും. ഞാനിത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അരോചകമായി തീരും, പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ എനിക്ക്? ഞാൻ സത്യം പറയണ്ടേ? ഇനിയെങ്കിലും ഒരു തിരുത്തലുണ്ടാകണ്ടേ? ഈ വൈകിയ വേളയിലെങ്കിലും ഒരു തിരുത്തലുണ്ടാകണ്ടേ? ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, അവർ ക്രിസ്തു എന്ന ദൈവബ്രഹ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസമുണ്ടാകണം എന്ന് വെച്ച് ഞാനിത് എഴുതുന്നു. അവനിൽ, ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും മറഞ്ഞിരിക്കുന്നു, ഗുപ്തമായിരിക്കുന്നു. അത് പ്രാപിച്ച്, അത് ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് കൊലോസിയിലെ വിശ്വാസികളെ കൊടുത്ത് കൊലോസിയിലെ വിശ്വാസികളെ എങ്ങനെയാക്കി തീർക്കുന്നു? ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുന്നു. ഇതല്ലേ ഉപദേശം? ഇതല്ലേ ശുശ്രൂഷ? പൗലോസ് ചെയ്തതല്ലേ ശുശ്രൂഷ? പത്രോസ് ചെയ്തതല്ലേ ശുശ്രൂഷ? യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു വെച്ചതല്ലേ ശുശ്രൂഷ? യാക്കോബ്, യൂദ, ആദ്യം അവർ ചെയ്തതല്ലേ ശുശ്രൂഷ? സ്തേഫാനോസ് പ്രസംഗിച്ചതല്ലേ പ്രസംഗം? ഫിലിപ്പോസ് പ്രസംഗിച്ചതല്ലേ പ്രസംഗം? പൗലോസും പത്രോസും പ്രസംഗിച്ചതല്ലേ പ്രസംഗം? ഇന്നത്തെ പ്രസംഗങ്ങളും ഇവരുടെ പ്രസംഗവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ചിന്തിച്ചു നോക്കൂ. വിശ്വാസികൾ ഗുണമില്ലായിരിക്കുക, കാര്യം ശുശ്രൂഷന്മാർ ഗുണമില്ല. അലോൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ അടിച്ചു മാറ്റാനുള്ള ശുശ്രൂഷ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കുറേ പാട്ട് പാടി കൂട്ടി, കുറേ ബഹളം വെച്ച് ആന കൂന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നോക്കിയിട്ട് ഇവർക്ക് വല്ല സീരിയലിൽ അഭിനയിക്കാൻ പോകുന്നത് നല്ലത്. കാരണം സുന്ദരന്മാരവരില്ല. അവിടെ പോയാൽ ഇതിനേക്കാളും കാശ് കിട്ടും. ചീഞ്ഞളിഞ്ഞ ജീവിതം അവിടെയാണ് ഉള്ളത്. ഇവിടെ കിടന്ന് മറ്റുള്ളവരെ നശിപ്പിക്കാതെ. എൻ്റെ ഹൃദയവേദന ഉണ്ടങ്ങ് പറഞ്ഞു പോവുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലൂസിനെ പോലെ ദർശനമുള്ള ശുശ്രൂഷകന്മാർ സഭയുടെ തലപ്പത്ത് വരണം. രാജ്യം ഭരിക്കാൻ നല്ല കരുത്തുറ്റ ബുദ്ധിയുള്ള ശ്രേഷ്ഠന്മാരായ ഭരണസാരഥികൾ രാജ്യത്തിൻ്റെ തലപ്പത്ത് വരണം. സംസ്ഥാനങ്ങൾ ഭരിക്കാൻ നല്ല കരുത്തുള്ള, പരിജ്ഞാനമുള്ള, വിവേകമുള്ള, ജാതി വെറികളൊന്നുമില്ലാത്ത നല്ല ശക്തന്മാരായ, ബുദ്ധിമാന്മാരായ ഭരണകർത്താക്കൾ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഭരിക്കുമ്പോൾ ഭരണം സുസ്ഥിരമായിരിക്കും. ഇന്നിപ്പോൾ ആഗോളഭാഗമായി ചിന്തിച്ചു നോക്കിയേ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പിടിച്ചടക്കുക, ഇനി അവർ പിടിച്ചടക്കിയിട്ട് വേറെ പിടിച്ചടക്കുക, അവരോട് പോരാടാൻ വേറെ രാജ്യം വരിക. ചുരുക്കി പറഞ്ഞാൽ സകലതും കുട്ടിച്ചോറാകും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചടക്കുന്നവനെ എതിർക്കാനൊരു സംഘവും, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ചുരുക്കി പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം. 1ഉം 2ഉം
ലോകമഹായുദ്ധത്തിന് വേദപുസ്തകത്തിൻ്റെ എഹെസ്കേൽ പ്രവചന ഭാഷയാണ് ഉന്മൂലനാശം. മൂന്നാമതൊരു ഉന്മൂലനാശത്തിന് വേണ്ടി ലോകം കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എത്ര പേര് ഒരുങ്ങുന്നു ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി എത്ര പേര് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു? ഞാൻ ആത്മാവിൽ എരിവോടെ നിങ്ങളോട് വിളിച്ചു ചോദിക്കും, എത്ര പേര് ഒരുങ്ങിയിരിക്കുന്നു? എത്ര പേർ ഉണർന്നിരിക്കുന്നു? എത്ര പേര് കർത്താവിൻ്റെ വരയിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്നു? അവർക്ക് പോകാം. അല്ലാത്തവരെല്ലാം ഈ സമൂഹത്തിൻ്റെ ഇടയിൽ കിടന്ന് എന്തു ചെയ്യും? നശിച്ച് നാമാവിശേഷമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താവ് ഒന്ന് സഭ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോണത്? ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ഭരണം, യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? മരണത്തെ അന്വേഷിക്കും, മരണം കൊതിക്കും. കൈവിടപ്പെട്ടു പോയ പെന്തക്കോസ്തുകാരുടെ ചരിത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു വന്ന് അതിവിദൂര ഭാവിയിൽ സഭ എടുത്തു കഴിഞ്ഞാൽ ഈ കൈവിടപ്പെട്ടു പോയവരുടെ മേൽ ഭരണസാരഥ്യം നടത്താൻ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും. യേശുക്രിസ്തുവിൻ്റെ ഘോരമായ പീഡയുടെ നടുവിൽ ഈ കൈവിടപ്പെട്ടു പോയ ഗുണം പിടിക്കാത്ത പെന്തക്കോസ്ത് സമൂഹം മരണം കൊതിക്കും, മരണം അന്വേഷിക്കും. മലകളെ, പാറകളെ ഞങ്ങളുടെ മേൽ വീഴുവിനെന്ന് ആർത്ത് വിളിച്ച് കരഞ്ഞു കൂകുന്ന സമയങ്ങൾ ആസന്നമായിരിക്കുന്നു. ദൈവമക്കളെ, ആർക്കെങ്കിലും രക്ഷപ്പെടണമോ? നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ എന്ന സങ്കീർത്തന ഭാഗത്തിൽ ഒരു പ്രവചനവാക്യമുണ്ട്. ഞാനതിന് ഇങ്ങനെയാണ് പറയുന്നത്: നശിച്ചു പോകാതിരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിയുക്ത ഉപദേശവും നമ്മൾ അനുസരിക്കുക. അതാണ് പുത്രനെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇവിടെ പുത്രനും പിതാവും ഒന്നും ഇവിടെ ഇരിപ്പില്ല. പുത്രൻ പറഞ്ഞ വചനങ്ങൾ, ഞാനോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആ ആത്മാവും ജീവനുമാകുന്ന വചനങ്ങൾ നാം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ, അനായാസന പ്രവേശിക്കാൻ നമുക്ക് കഴിയും. ഇല്ലെങ്കിലോ നമുക്ക് കഴിയില്ല എന്ന് ഞാൻ തീർത്തും പറയാനായിട്ട് ഈ സമയം ഞാൻ വിനിയോഗിക്കുക. സ്തോത്രം. വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിലേക്ക്. അവരിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഇത് പറയുന്നു. 5 വാക്യമേ ഞാൻ വായിക്കുന്നുള്ളൂ. ബാക്കി വാക്യം പിന്നീട് എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ഈ അവരിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യം എന്താണ്? വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. അപ്പം യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ അത് ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് തരുന്ന കർത്താവിൻ്റെ ദാസന്മാരായ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. എന്ത് കിട്ടത്തുള്ളൂ? ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ആരും കൂടി കിട്ടത്തില്ല. അത് വശീകരണ വാക്ക് പറയുന്നവരിൽ നിന്ന് നമുക്കത് കിട്ടത്തില്ല. അവർ നമ്മെ എന്ത് ചെയ്യുക? വശീകരിച്ച് കളയുക. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനും അകന്നുകൊള്ളണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? നമ്മളെ വശീകരിക്കുവരെ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ നിങ്ങളെ അടുത്ത് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. സ്തോത്രം, സ്തോത്രം. വളരെ അർത്ഥസമ്പുഷ്ടമായൊരു വാക്യമാണ്, അധികം പ്രസംഗിക്കപ്പെടാത്ത വാക്യം. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്, ഓർ വശീകരിച്ചു കൊണ്ടുപോകരുത്. എബ്രായ ലേഖനം 13:9. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. എത്ര കൃത്യമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ആ ഉപദേശങ്ങൾ. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം. ഇതെത്ര പറഞ്ഞാലും മതിവരാത്ത പോലുള്ള വിഷയങ്ങളാണ് ഈ കിടക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ 1000 പ്രാവശ്യം കേട്ട് കാണാതിരിക്കാം. 1000 പ്രാവശ്യം കേട്ടാലും ഒരു വ്യക്തി ഇത് ആത്മാവിൽ പ്രസംഗിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഇത് വളരെ ശക്തമായി വന്നലയ്ക്കുന്നത്. സ്തോത്രം. പ്രവൃത്തി 20-27 മുതലുള്ള വാക്യങ്ങൾ എത്ര പ്രാവശ്യം കേട്ടാലും ഇത് അധികപ്പറ്റല്ല. പിന്നെയും പിന്നെയും നാം ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച
ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവീൻ. സൂക്ഷിച്ചുകൊള്ളണം, കാരണം വശീകരിക്കുന്നവർ വരുന്നുണ്ട്. സ്തോത്രം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. വിചിത്രമായൊരു വിഷയം, മത്തായിയുടെ സുവിശേഷം ഗിരിപ്രഭാഷണത്തിൽ അതിൻ്റെ 7-ാം അധ്യായത്തിൽ ചെന്നായ്ക്കളെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നു. ചെന്നായ്ക്കൾ, മത്തായി 7. വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 7:15 മുതൽ, കള്ളപ്രവാദിമാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയാം. പുറമേ കാണുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല, നല്ല വെള്ള ഷർട്ട്, നല്ല പാൻറ്, നല്ല ഷൂസ്, നല്ല സോക്സ്, നല്ല വാച്ച്, വെളുത്ത് പൂത്ത വടിയൊക്കെ നല്ല കരിയെല്ലാം വാരി തേച്ച് കറുപ്പിച്ച് സുന്ദരന്മാരായിട്ട് പ്രത്യക്ഷപ്പെടും. ഇവരുടെ അകം, ഇവരുടെ ഹൃദയം കടിച്ചു കീറുന്ന ചെന്നായി പോലെയാ. അതാ പറഞ്ഞത്, അകമയോ കടിച്ചു കീറുന്ന ചെന്നായി, പൊതുമയോ ആട്ടിൻ തോല് ധരിച്ച ചെന്നായി. ആട്ടിൻ്റെ തോല അവരുടെ ഉള്ളിലുള്ളത്. പുറമെ ഒരു പാസ്റ്ററിനെ കണ്ട് നിങ്ങൾ ആരും വിലയിരുത്തരുത്. അവിടെ പ്രസംഗം കേട്ട് ആരും വിലയിരുത്തരുത്. പ്രസംഗം കേട്ട് വിലയിരുത്തുന്ന പറഞ്ഞാൽ നമുക്ക് വിലയിരുത്താൻ പറ്റും. ഒരു ഭജനഭാവത്ത് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് പ്രസംഗിച്ചാൽ അത് പ്രസംഗമാകത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് ദുരുപദേശമായിരിക്കും. അവരെ കണ്ടിട്ട് ആരും പാസ്റ്ററാണെന്ന് പറയരുത്. അവരുടെ സൗന്ദര്യം കണ്ടിട്ടോ, അവരുടെ സ്വത്ത് കണ്ടിട്ടോ, അവരുടെ വണ്ടി കണ്ടിട്ടോ, അവരുടെ ഗിണ്ടി കണ്ടിട്ടോ ഒന്നും നിങ്ങൾ ആര് പാസ്റ്റർമാരാണെന്ന് വിലയിരുത്തരുത്. അവരുടെ ജീവിതം നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കണം. അവർ ചതിയന്മാരാണോ, വഞ്ചകന്മാരാണോ, അവർ സ്ത്രീലമ്പടന്മാരാണോ, അവർ സുഖലോലുപന്മാരാണോ, അവർ ലക്ഷറി ലൈഫ് നയിക്കുന്നവരാണോ, അവർ പാവങ്ങളോട് കരുണ കാണിക്കാത്തവരാണോ? ഇതെല്ലാം ഒത്തുവരണം. ശുശ്രൂഷിച്ച് സ്ത്രീകളുടെ ഇടയിലാണ് ശുശ്രൂഷ. ഇപ്പോൾ അവരുടെ അപ്ലാസ് കിട്ടണം. ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ പാസ്റ്റർ. നിങ്ങളുടെ പാസ്റ്റർ ഒന്നുമല്ല, ഒരു ചുക്കുമല്ല. സത്യവചനം, പഥ്യവചനം അതിൻ്റെ തനിമയിൽ പ്രസംഗിക്കുന്നു, അത് പാസ്റ്റർ. സംശയമില്ല കാര്യം. ഇവിടെ പറയുന്നത് സ്വത്രം, ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, പ്രവൃത്തി പുസ്തകം 20 പറയുന്ന കൂടി ശ്രദ്ധിക്കുക. സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കളുടെ ഇടയിൽ കിടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി, വശീകരിച്ച് കളയുവാനായി. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ വശീകരിക്കരുത്, കവറരുതെന്നൊക്കെയല്ലേ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ പഠിച്ചത്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽക്കും. അപ്പോൾ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നമ്മൾ നിന്നുകൊള്ളണം എന്ന് പൗലോസ് പഠിപ്പിക്കുക. കർത്താവ് ഇവിടെ പഠിപ്പിച്ചത് എന്താ? കള്ളപ്രവന്മാരെ സൂക്ഷിച്ചുകൊള്ളിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. നിങ്ങൾക്ക് അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയാം. ഫലം മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങളെ അവരെ തിരിച്ചറിയാം. ഫലത്താൽ തിരിച്ചറിയാം. എനിക്കറിയാം ഒരു പാസ്റ്റർ, ഒന്ന് ഊതിയാൽ മതി 4 കരണം മറിഞ്ഞു പോയി അവിടെ കിടന്ന് പൂരി പടയ്ക്കുന്ന പോലെ പടയ്ക്കുന്ന പാസ്റ്റർ. ഇഷ്ടംപോലെ ആൾക്കാർ പുള്ളിക്ക് ഫോളോ അപ്പ് ആയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ വേദോത്വം വായിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, വിശുദ്ധ ജീവിതമില്ല, അങ്ങനത്തെ കുറേ ഫോളോവേഴ്സാണുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാത്ത വിശ്വാസികൾ ഉണ്ടെങ്കിൽ ഈ കള്ളപ്രവാദികന്മാരുടെ ദുരുപദേഷ്ടന്മാരുടെ കെണിയിൽ അവർ വീണു പോകും. 100%. ഞങ്ങളുടെ മധ്യത്തിലൊക്കെ വന്ന അങ്ങനെയുള്ളവർ നേരെയൊന്നും പോകത്തില്ല. കാരണം ഞങ്ങളെ പിടിച്ച് അവരുടെ ദുരുപദേശത്തെ പൊളിച്ച് കളയുള്ളൂ. പൊളിച്ച് അവരോട് സംസാരിക്കും. ഒരു പക്ഷേ അങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ഓടിപ്പോവായിരിക്കും. അത് പോട്ടെ, നന്നാകാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഓടിപ്പോകാന്നുള്ളതല്ലാതെ വേറെ എന്താ വഴി?
എൻ്റെ അപ്പ എന്നെ തല്ലണ്ട, ഞാൻ നന്നാകത്തില്ല എന്നുള്ള തീരുമാനമാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഞങ്ങളുമൊക്കെ ദുരുപദേശത്തിൽ കിടന്നവരാ. ഞങ്ങളെയൊക്കെ വൃദ്ധന്മാരായ ദേവദാസന്മാർ ശാസിച്ചും തർജ്ജനം ചെയ്തും പ്രബോധിപ്പിച്ചുമാണ് ഈ വചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് ഞങ്ങളെയൊക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ഇവിടെ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട് ഈ പ്രവൃത്തിയിലെ. സ്തോത്രം. തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. എങ്ങനെ വലിച്ചു കളയുന്നത്? വശീകരിച്ച് അവരുടെ കൂട്ടത്തിൽ കൂട്ടി വലിച്ചുകൊണ്ട് നടക്കുക. ആദ്യം വശീകരിച്ചെടുക്കുക, വശീകരിച്ചെടുത്തിട്ട് അവരുടെ പൂണിയിലാക്കിയിട്ട് അവരെ വലിച്ചുകൊണ്ട് നടക്കുക. പിന്നെ അവർ പ്രസംഗിക്കുന്ന ആ പ്രസംഗം, അല്ലെങ്കിൽ അവരെ പോലെ ദുരുപദേശം പ്രസംഗിക്കുന്നവരുടെ പ്രസംഗമാണ് പ്രസംഗം. സത്യവചനം പ്രസംഗിക്കുന്നവർക്ക് അവരെ വേണ്ട. അതുകൊണ്ട് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചേ. 6-ാം വാക്യം, ഗലാത്യർ 1:6 മുതൽ. ഞാൻ നിർത്താൻ പോവാ പെട്ടെന്ന്. ഗലാത്യർ 1:6 മുതൽ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങൾ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറെ സുവിശേഷത്തിലേക്ക് പറയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറെ സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു. അടുത്ത, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, കണ്ടോ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. ഇവിടെ പ്രവൃത്തി 20 നിൽക്കണേ. പ്രവൃത്തി 20 എന്താ എഴുതിയിരിക്കുന്നത്? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ എഴുന്നേൽക്കും. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ, നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ, അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന സുവിശേഷത്തിന് വിപരീതമായി ഏത് മഹാൻ വന്ന് സുവിശേഷം അറിയിച്ചാലും അവൻ ശപിക്കപ്പെട്ടവൻ. ഇന്ന് ഈ ഭൂമി കിടക്കുന്ന ശുശ്രൂഷകന്മാരിൽ നല്ലൊരു ശതമാനം ശപിക്കപ്പെട്ടവരായി ഈ വചനത്തിന്റെ വെളിപ്പാടിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ശരിയല്ലേ? 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 അവർ പറഞ്ഞു വെച്ച വ്യവസ്ഥ ഒരു വള്ളി പോലും, ഒരു പുള്ളി പോലും, ഒരു കോമ പോലും മാറ്റാൻ ആർക്കും അനുവാദം ദൈവം കൊടുത്തിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി എന്ന് പറയുന്ന ഞങ്ങൾ മറുവമലയിൽ ഇരുന്നപ്പോൾ അവൻ്റെ രൂപം ഞങ്ങൾ കണ്ടു. രൂപാന്തര ശരീരം, യേശു ക്രിസ്തുവിൻ്റെ രൂപാന്തര ശരീരം കണ്ടു. ഒരു അലക്കുകാരന് വെളിപ്പെടുത്താൻ കഴിയാത്ത വെള്ളവസ്ത്രധാരിയായി, ശുഭ്രവസ്ത്രധാരിയായി യേശുവിനെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് കണ്ടു. ദൈവസഭയുടെ തൂണുകളായിട്ടുള്ളവർ കണ്ടു. അപ്പോസ്തലന്മാർ പറയുന്ന തൂണുകളിലാണ് ദൈവസഭ നിൽക്കേണ്ടത്. അവർ പറയുന്ന ഉപദേശത്തിലാണ് നിൽക്കേണ്ടത്. ആ തൂണ് ചരിഞ്ഞാൽ, ആ ഉപദേശം പോയാൽ സഭ പോയി. ഇന്ന് സഭ പോയി നിലംപരിചയായി കിടക്കുക. ആരെങ്കിലും കേട്ട് മാനസാന്തരപ്പെട്ട് വന്നാൽ അവർക്ക് ദൈവരാജ്യം പ്രാപിക്കാം. അതാ എനിക്ക് പറയാനുള്ളത്. സ്വത്രം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്നിട്ട് ഒന്നുകൂടി പറയുന്നുണ്ടല്ലോ, വായിക്കും ഒന്നുകൂടി. ഞങ്ങൾ മുൻപറഞ്ഞതുപോലെ പൗലോസ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുക. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റിപ്പീറ്റേഷൻ നടത്തുന്നത്. മുൻപറഞ്ഞ പോലെ പിന്നെയും പറയുന്നു. നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷം, അപ്പോസ്തലന്മാരായ ഞങ്ങളിൽ നിന്ന് കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ പറഞ്ഞു വെച്ച സുവിശേഷ സത്യത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന്, ആ ഉപദേശത്തിൽ നിന്ന്, ആ മാനദണ്ഡത്തിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ വഴിതെറ്റിച്ചാൽ, വശീകരണ വാക്കുകളിൽ ചതിച്ചു കളഞ്ഞാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരായി മാറും. അതാ പൗലോസ് പറയുന്നേ. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകങ്ങളുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം അവരൊക്കെ ദൈവസ്ഥയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും യേശുക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളിലൊക്കെയും ഗുപ്തമായിരിക്കുന്നത് അവർ നമുക്ക് പ്രാപിച്ചു തരുമ്പോൾ അത് കേൾക്കാതെ കണ്ട ചപ്പും ചവറും കേട്ടാൽ അത് വശീകരണ വാക്കാണ്. റോമാലേഖനം 16-ാം അധ്യായം എടുത്താട്ടെ. റോമർ 16, അതിലെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. റോമർ 16-ന്റെ 17-18 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ.
റോമർ 16:17-18. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ വയറ്റിലെ കഞ്ഞിക്ക് വേണ്ടി വയറ്റിനെ സേവിക്കുക, കഞ്ഞി കുടിക്കാൻ. അടുത്ത ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ്, ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിക്കുന്നു, വശീകരിക്കുന്നു, ചതിക്കുന്നു. പ്രബുദ്ധരായ ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളിത് കേട്ട് മനസ്സിലാക്കുക. ചക്രവാക്കും മുഖസ്തുതിയും. പ്രാർത്ഥിക്കാത്തൊരു പാസ്റ്ററമ്മയുടെ മുഖത്ത് നോക്കി പാസ്റ്റർ പറയുക, അമ്മാമ്മ ഈ ദിവസങ്ങളിൽ നന്നായിരിക്കുന്നല്ലോ, കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. ആ പാസ്റ്റർ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മാമ്മ പാസ്റ്ററുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഈ പാസ്റ്റർ കൊടുക്കും. കാരണം എന്താ? ഈ ഗുണം പിടിക്കാത്ത പാസ്റ്ററമ്മ കൊഴുത്തിരിക്കുന്നതല്ലാതെ വേദോത്സവം വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ വചനം ധ്യാനിക്കുകയോ വിശുദ്ധ ജീവിതം നയിക്കുകയോ വേർപാട് നയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മുഖസ്തുതി പറഞ്ഞപ്പോൾ എന്ത് പറ്റി? കാശ് കിട്ടി, കീശ വീർത്തു. അല്ല, കാശുള്ള വീട്ടിൽ അമ്മമാണെങ്കിൽ പിന്നെ പറയും വേണ്ട. മറ്റൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുറെ കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞാലേ മറ്റുള്ളത് കേൾക്കുന്നുണ്ട് മോശമായി പോകും. ഇന്ന് നടക്കുന്നതൊക്കെ അതാ. മനസ്സിലായോ? ഓരോ വീടുകളിൽ പാസ്റ്റർമാർ ചെന്ന് കാണിക്കുന്ന തോന്നിയവാസങ്ങൾ, ചെറ്റത്തരങ്ങൾ പുറത്തു പറയാൻ പറ്റത്തില്ല. വീട്ടിലെ ഗൃഹനാഥന്മാരില്ലാത്ത സമയത്ത് വീട്ടിൽ കാലുകുത്തരുന്നാണ് ഞങ്ങൾക്ക് നിയോഗം തന്നേക്കുന്നത്. ആണുങ്ങളില്ലാത്ത പെണ്ണുങ്ങൾ മാത്രമുള്ള വീടുകളിൽ പാസ്റ്റർമാർ കാലുകുത്താൻ പാടില്ല. ഞങ്ങളത് ചെയ്യുന്നുണ്ട്, ഇനി മേലിലും ചെയ്യും. ഇതല്ല, അവിടെ കിടന്ന് ഞെരങ്ങുക. പിന്നെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ ഇന്നത്തെ സഭകൾ മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഒരു ചെറിയ ന്യൂനപക്ഷം, ഒരു ചെറിയ ശേഷിപ്പ് ദൈവവചനത്തിൻ്റെ വിശുദ്ധിക്കും നിർമ്മലതയ്ക്കും വേണ്ടി നിലകൊള്ളുന്നുണ്ട്. ഞാനും നിങ്ങളും ആ ഗ്രൂപ്പിലാകാനാണ് ഞാൻ നിങ്ങളോട് ഈ കണ്ഠക്ഷോഭം ചെയ്യുന്നത്, വേറെ ഒന്നിനുമല്ല. എന്തിനാ? നമ്മൾ അങ്ങനെ വേർപാടും വിശുദ്ധിയൊക്കെ പാലിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഹല്ലേലൂയ, സ്തോത്രം. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. എന്നാൽ വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആര് സന്തോഷിക്കുന്നു? പൗലോസ് സന്തോഷിക്കുന്നു. ആരെ കണ്ട് സന്തോഷിക്കുന്നു? കൊലോസിലെ വിശ്വാസികളെ കണ്ട് സന്തോഷിക്കുന്നു. ഇന്നത്തെ സഭയെ കണ്ടോണ്ടോ കരയാനേ ഉള്ളൂ നിവർത്തി. കൊലോസ് ലേഖനത്തിലെ പൗലോസ് എഴുതിയിരിക്കുന്ന ആ സഭയുടെ നിലവാരത്തിലേക്ക് നമ്മൾ വരണ്ടേ? കൊരിന്ത് ലേഖനത്തിലെ ക്രിസ്തുവിന്റെ പത്രങ്ങളായി അപ്പോസ്തലന്മാരെ പോലെ ആയ സഭകളായിട്ട് നമ്മൾ വരണ്ടേ? എഫേസ് ലേഖനത്തിലെ വിശ്വാസികളെ പോലെ നമ്മൾ വരണ്ടേ? ഫിലിപ്പിയിലെ സഭയിലെ വിശ്വാസികളെ പോലെ നമ്മൾ വരണ്ടേ? തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളായി നമ്മൾ വരണ്ടേ? കൊലോസ് ലേഖനത്തിലെ വിശ്വാസികളായി നമ്മൾ വരണ്ടേ? റോമാ സഭയിലെ വിശ്വാസികളെ പോലെ നമ്മളായി തീരണ്ടേ? ലേഖനം വായിച്ചു പഠിച്ചു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അവരെല്ലാം നല്ല പക്കയായി. ഒരു ചെറിയ ഗ്രൂപ്പ് തകർന്ന് തരിപ്പണമായി കിടപ്പുണ്ട്. അത് എല്ലാ സഭകളിലും ഉണ്ട്. എല്ലാ സഭകളിലും ഒരു കൂട്ടരും മുടിഞ്ഞ് നശിച്ച് നാമാവിശേഷമായി കിടക്കും. എന്നാൽ അവരിൽ ചിലര് നല്ല ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന സ്വഭാവമുള്ളവരുണ്ട്. ഇന്നത്തെ സഭകളെ കുറിച്ചല്ല പറയുന്നത്, അന്നുണ്ടായിരുന്ന സഭകൾ. ഇന്നിപ്പം നാരായണക്കല്ല് പിഴുതു കിടക്കുകയല്ല, ഒട്ടുമുക്കാലും. നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. ആക്ഷേപിച്ച് പറയില്ല, അധിക്ഷേപിച്ച് പറയില്ല, ഉള്ളതുപോലെ പറയുക. എന്നാൽ ചെറിയ ചില കൂട്ടങ്ങളിൽ, ചെറിയ ചില സഭകളിൽ ഒരു ചെറിയ ന്യൂനപക്ഷം, ഒരു ശേഷിപ്പ് അവിടെ ഇടങ്ങളിലായി ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിലും നിർമ്മലതയിലും ജീവിക്കുന്നവരുണ്ട്. അവർക്ക് നിത്യതയിൽ ഓഹരിയുണ്ട്, അല്ലാത്തവർക്ക് നിത്യതയിൽ ഓഹരി കാണത്തില്ല. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ഇവിടെ ചുരുക്കിയാണ്. സ്തോത്രം. ആ വാക്യം അവസാനം കൂടെ ഒന്നുകൂടി വായിച്ച് ഞാൻ നിർത്തുന്നു. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വീടുള്ള സമ്പത്തും പ്രാപിപ്പാൻ തക്കോണം സ്നേഹത്തിലേക്ക് ഉപയോഗിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് എത്ര വലിയ പോരാട്ടം പോലീസ് കഴിക്കുകയാണ്. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. വശീകരണം കൊണ്ട് വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഇത് പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും
വിവേകപൂർണ്ണ സമ്പത്തും പ്രാപിപ്പാൻ അപ്പോസ്തലന്മാർ ദൈവസ്ഥനിൽ കിടന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് ആ ആത്മീയ അനുഗ്രഹങ്ങളെ, ആ അറിവുകളെ, ആ വചന വെളിപ്പാടുകളെ, ആ സ്വർഗീയ ജ്ഞാനത്തെ പ്രാപിച്ചെടുത്ത് കൊലോസ്യ സഭയെ പ്രബുദ്ധരാക്കിയതുപോലെ ഇന്നുള്ള ശുശ്രൂഷന്മാരും വിശ്വാസികളെ ആത്മീക പ്രബുദ്ധരാക്കി ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തിയാൽ അവർക്ക് സ്വർഗത്ത് പോകാം. ഇല്ലെങ്കിൽ അവരുടെ പോക്കിനെ കുറിച്ച് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. എല്ലാം നശിച്ചു പോകും. അത് കണ്ട് വിലപിച്ച് കരയുന്ന ഒരു ഭക്തനാണ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. അടുത്ത 6 മുതലുള്ള മറ്റു ഭാഗങ്ങൾ എപ്പിസോഡുകളായിട്ട് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഇനി ഒരു 4 എപ്പിസോഡെങ്കിലും പറഞ്ഞാലേ ഇത് തീരത്തുള്ളൂ എന്ന് പ്രസംഗിച്ചാലേ തീരത്തുള്ളൂ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. 3 or 4 എപ്പിസോഡ് കൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ ഫോണുകളിൽ അതാത് സമയങ്ങളിൽ കൃത്യമായി കിട്ടും. ഈ വചനങ്ങളൊക്കെ കേൾക്കുകയും കേട്ട് ആ വചനത്തിൻ്റെ വ്യവസ്ഥകൾ പാലിച്ച് പൗലൂസ് തരുന്ന നിർദ്ദേശങ്ങളും പൗലൂസ് തരുന്ന ഉപദേശങ്ങളും ഞാനെടുത്ത് പറയുന്നത് എനിക്കൊരു പ്രത്യേകതയില്ല, എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞത് അതങ്ങനെ തന്നെ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ നിങ്ങൾക്കെടുത്ത് പറഞ്ഞു തരും. അത് മാത്രമേ ഉള്ളൂ. അത് കേട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് പ്രബുദ്ധരായ ദൈവമക്കളായി ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. പ്രാർത്ഥിച്ചു.